ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് വിശുദ്ധ കൈകളെ ഉയർത്തുവീൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, സഭ എന്നത് കർത്താവിൻ്റെ ആലയമാണ്. അതിനാൽ നാം ഭക്തിയോടും പ്രത്യാശയോടും കൂടെ അവിടേക്ക് പ്രവേശിക്കുന്നു. സങ്കീർത്തനം 27:4. നാം വരുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനാണ്. കേവലം ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ മാത്രമല്ല. നമ്മുടെ ശ്രദ്ധ അവിടുത്തെ സാന്നിധ്യത്തിലും അവിടുത്തെ മഹത്വത്തിലും അവിടുത്തെ ശബ്ദത്തിലുമാണ്. നാം ആരാധനയിൽ വിശുദ്ധ കൈകളെ ഉയർത്തുന്നു. നമ്മുടെ കൈകൾ കീഴടങ്ങിയ ഹൃദയങ്ങളെ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 134:2, 1 തിമോത്തിയോസ് 2:8. നാം വിനയത്തോടും അച്ചടക്കത്തോടും സമയനിഷ്ഠയോടും കൂടി വരുന്നു. ഇവ ദൈവത്തെ ബഹുമാനിക്കുകയും അവിടുത്തെ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 14:40, കൊലോസ്യർ 3:23. നാം വിശുദ്ധ പുരോഹിതവർഗമാണ്. സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുസരണമുള്ള ജീവിതത്തിൻ്റെയും ആത്മീയ യാഗങ്ങൾ നാം അർപ്പിക്കുന്നു. 1 പത്രോസ് 2:5, എബ്രായർ 13:15, റോമർ 12:1. ദൈവം നമ്മുടെ ഏറ്റവും മികച്ചതിന് യോഗ്യനാണ്. അവിടുന്ന് നമ്മുടെ വഴിപാടുകളെ ആശ്രയിക്കുന്നില്ല. എങ്കിലും പരമാർത്ഥ ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയിൽ സന്തോഷിക്കുന്നു. സങ്കീർത്തനം 50:12, 14, 23. നാം കൊണ്ടുവരുന്ന സമസ്തവും അവിടുത്തെ മൂല്യത്തെയും വിശുദ്ധിയെയും പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. കർത്താവിൻ്റെ ആലയം. സഭയെ കേവലം സഭ എന്ന് വിളിക്കാതെ കർത്താവിൻ്റെ ആലയം എന്ന് നമുക്ക് വിളിക്കാം. നാം സംസാരിക്കുന്ന രീതി പലപ്പോഴും നമ്മുടെ ചിന്തയെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്നു. അത് കർത്താവിൻ്റെ ആലയമാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് ആദരവും വിശുദ്ധിയും സ്നേഹവും അർഹിക്കുന്നുവെന്ന് നാം ഓർമ്മിക്കപ്പെടുന്നു. ദാവീദ് രാജാവ് പ്രഖ്യാപിച്ചു, ഞാൻ കർത്താവിനോടൊരു കാര്യം യാചിച്ചു, എൻ്റെ ആയുഷ്കാലമൊക്കെയും കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കേണ്ടതിനും കർത്താവിൻ്റെ മനോഹരത്വം കാണേണ്ടതിനും തന്നെ. സങ്കീർത്തനം 27:4-6 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന് ദൈവാലയം കേവലം സന്ദർശിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ഭംഗിയും സംരക്ഷണവും ശക്തിയും സന്തോഷകരമായ ആരാധനയും കണ്ടെത്തിയ ഇടമായിരുന്നു. ഈ അതേ തീഷ്ണത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വെളിപ്പെട്ടു. അവിടുന്ന് ദൈവാലയം ശുദ്ധീകരിച്ചപ്പോൾ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവിടുത്തെ ശിഷ്യന്മാർ ഓർത്തു. യോഹന്നാൻ 2:17, സങ്കീർത്തനം 69:9. തൻ്റെ പിതാവിൻ്റെ ആലയത്തോട് അനാദരവ് കാണിക്കാൻ യേശു അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. യെരമ്യാ പ്രവാചകനിലൂടെ തൻ്റെ ആലയം വീണ്ടും സ്തോത്രത്താലും സ്തുതിയാലും സന്തോഷകരമായ ആരാധനയാലും നിറയുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. സൈന്യങ്ങളുടെ കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. യെരമ്യാവ് 33:10-11 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ആലയം ബഹുമാനിക്കപ്പെടുന്നിടത്തെല്ലാം പ്രത്യാശയും വീണ്ടെടുപ്പും പിന്തുടരുന്നു. ഹഗായി പ്രവാചകൻ ദൈവജനത്തെ ശാസിച്ചു. കാരണം അവർ ദൈവാലയത്തെ അവഗണിച്ച് തങ്ങളുടെ സ്വന്തം വീടുകൾ ശ്രദ്ധയോടെ പണിയുകയായിരുന്നു. ഹഗായി 1:1-4 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വേല ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് രണ്ടാം സ്ഥാനത്താകരുത് എന്ന് ദൈവം അവരെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ദൈവിക ഭയത്തോടും സന്തോഷകരമായ പ്രതീക്ഷയോടും സത്യസന്ധമായ സ്നേഹത്തോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ ആലയത്തെ സമീപിക്കാം. ശുദ്ധമായ ഹൃദയത്തോടെ പ്രവേശിക്കാം. ആദരവോടെ ആരാധിക്കാം. താഴ്മയോടെ ശുശ്രൂഷിക്കാം. ദൈവാലയത്തെ ബഹുമാനിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. തിരുവെഴുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. എബ്രായർ 10:25. ദൈവമായ കർത്താവേ, വിശുദ്ധി എന്നേക്കും നിൻ്റെ ആലയത്തിന് യോഗ്യമത്രേ. സങ്കീർത്തനം 93:5. ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ നിറച്ച എരിവ് നമ്മുടെ ഹൃദയങ്ങളെയും നിറയ്ക്കട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ ആലയം എപ്പോഴും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും
സത്യത്തിൻ്റെയും ദൈവത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യത്തിൻ്റെയും ഇടമായിരിക്കട്ടെ. സഭ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആലയം ആണെങ്കിൽ ആരാധനയിൽ കൈകൾ ഉയർത്തുന്നത് ഒരു കുട്ടി സ്നേഹനിധിയായ പിതാവിലേക്ക് കൈനീട്ടുന്നത് പോലെയും ഒരു ഭക്തൻ തൻ്റെ രാജാവിനെ ബഹുമാനിക്കുന്നത് പോലെയും വീണ്ടെടുക്കപ്പെട്ട ഒരു പാപി തന്നെ തന്നെ ജീവനുള്ള യാഗമായി അർപ്പിക്കുന്നത് പോലെയും ആണ്. റോമർ 12:1. ദൈവം ഉയർത്തിയ കൈകളെ മാത്രമല്ല, കീഴടങ്ങിയ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. രണ്ടും ഒന്നിച്ച് വരുമ്പോൾ ആരാധന അവിടുത്തെ സിംഹാസനത്തിന് മുൻപിൽ പ്രസാദമുള്ള വഴിപാടായിത്തീരുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ആരാധിച്ചുകൊണ്ട് കർത്താവിലേക്ക് വിശുദ്ധ കൈകളെ ഉയർത്തുവീൻ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവജനം ഉയർത്തിയ കൈകളോടെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ആവർത്തിച്ച് കാണാം. ഈ ഭാവം നമ്മിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനല്ല, മറിച്ച് നമ്മുടെ സമഗ്രതയെ ദൈവത്തിലേക്ക് തിരിക്കാനാണ്. ഉയർത്തിയ കൈകൾ അവിടുത്തെ ഇഷ്ടത്തോടുള്ള കീഴടങ്ങലിനെയും അവിടുത്തെ വാഗ്ദാനങ്ങളിലുള്ള ഉറപ്പിനെയും അവിടുത്തെ മഹത്വത്തോടുള്ള ഭക്തിയെയും അവിടുത്തെ നന്മയ്ക്കുള്ള സ്തോത്രത്തെയും അവിടുത്തെ കൃപ സ്വീകരിക്കാനുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരത്തിൽ നിന്ന് വരുന്നുവെന്ന് നമ്മുടെ കൈകൾ ഹൃദയങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബ് 1:17. ഈ രീതിയിൽ ആരാധിക്കാൻ സങ്കീർത്തനക്കാർ ദൈവജനത്തെ ആവർത്തിച്ച് ക്ഷണിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി കർത്താവിനെ വാഴ്ത്തുവീൻ. സങ്കീർത്തനം 134:2. ദാവീദ് വീണ്ടും പ്രഖ്യാപിക്കുന്നു, എൻ്റെ ആയുഷ്കാലത്തോളം ഞാൻ അവിടുത്തെ വാഴ്ത്തും, അവിടുത്തെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ ഉയർത്തും. സങ്കീർത്തനം 63:4. വിലാപങ്ങളുടെ എഴുത്തുകാരൻ ദൈവത്തോട് ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് സ്വർഗത്തിലുള്ള ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും കൈകളെയും ഉയർത്താം. വിലാപങ്ങൾ 3:41. സത്യസന്ധമായ ആരാധനയിൽ ഹൃദയവും അതിൻ്റെ ബാഹ്യപ്രകടനവും ഉൾപ്പെടുന്നുവെന്ന് ഇത് കാണിക്കുന്നു. പുതിയ നിയമം ഈ മനോഹരമായ മാതൃക തുടരുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, അതുകൊണ്ട് പുരുഷന്മാർ കോപവും സംശയവും കൂടാതെ വിശുദ്ധ കൈകളെ ഉയർത്തി എല്ലായിടത്തും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 2:8. പ്രാധാന്യം കേവലം ഉയർത്തിയ കൈകൾക്കല്ല, മറിച്ച് വിശുദ്ധ കൈകൾക്കാണ്. ശുദ്ധിയും ക്ഷമയും ദൈവത്തോടും പരസ്പരവുമുള്ള രമ്യതയും ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾക്കാണത്. ശുദ്ധിയുള്ള കൈകൾ പരമാർത്ഥ ഹൃദയങ്ങളോട് ചേരുമ്പോൾ നമ്മുടെ ആരാധന കർത്താവിന് പ്രസാദമുള്ളതായിത്തീരുന്നു. സങ്കീർത്തനം 24:3-4 വരെയുള്ള വാക്യങ്ങൾ. നാം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ കേവലം കാഴ്ചക്കാരായിട്ടല്ല, മറിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നന്ദിയുള്ള മക്കളായി ആരാധിക്കാം. താഴ്മയുള്ള ഹൃദയത്തോടും ശ്രദ്ധയുള്ള മനസ്സോടും ആദരവിലും സന്തോഷത്തിലും ഉയർത്തിയ കൈകളോടും കൂടെ നമുക്ക് വരാം. ഇങ്ങനെയുള്ള ആരാധന നമ്മുടെ ശ്രദ്ധയെ ആഴപ്പെടുത്തുന്നു, നമ്മുടെ വിശ്വാസത്തെ ശക്തമാക്കുന്നു, പ്രാർത്ഥനയിൽ ശരീരത്തെയും ആത്മാവിനെയും ഒന്നിപ്പിക്കുന്നു. ബഹുമാനത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വരുവീൻ, നമുക്ക് വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. സങ്കീർത്തനം 95:6. നമ്മുടെ സമഗ്രതയും ഹൃദയവും മനസ്സും ആത്മാവും ശബ്ദവും കൈകളും പ്രഖ്യാപിക്കട്ടെ, ദൈവമായ കർത്താവെ, അവിടത്തേക്കിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഉയർത്തുന്നു. സങ്കീർത്തനം 25:1. എസ്തേറിനേക്കാൾ വലിയൊരു പദവി. ദൈവത്തിൻ്റെ കൂട്ടായ്മയായി നാം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഓരോ വിശ്വാസിക്കും അവിടത്തേക്ക് സ്വന്തമായിരിക്കുക എന്ന അത്ഭുതകരമായ പദവിയുണ്ട്. പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിൽ എസ്തേർ രാജ്ഞിക്ക് താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം രാജാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ നിശ്ചിത സമയത്തിനായി കാത്തിരിക്കേണ്ടി വരികയും തനിക്ക് നേരെ പൊൻചെങ്കോൽ നീട്ടപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഭയത്തോടെ സമീപിക്കുകയും വേണമായിരുന്നു. എസ്തേർ 4:11, 5:2.
എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താലും പുനരുത്ഥാനത്താലും തിരശ്ശീല കീറപ്പെടുകയും ഓരോ വിശ്വാസിയും ധൈര്യത്തോടെ ദൈവത്തോടടുക്കാൻ ക്ഷണിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എബ്രായർ 4:16, 10:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും. അതുകൊണ്ട് നാം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ അനുമതി തിരയുന്ന അപരിചിതരായിട്ടല്ല, മറിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെയും മണവാളൻ്റെയും സാന്നിധ്യത്തിലേക്ക് കൃപയാൽ സ്വാഗതം ചെയ്യപ്പെട്ട അവിടുത്തെ വീണ്ടെടുക്കപ്പെട്ട ജനമായിട്ടാണ് വരുന്നത്. എത്ര വലിയ പദവി! ഇത്തരമൊരു അത്ഭുതകരമായ പ്രവേശനം നമ്മുടെ ഹൃദയങ്ങളെ അനുസരണവും ആദരവും നന്ദിയും സന്തോഷമുള്ള ആരാധനയും കൊണ്ട് നിറയ്ക്കണം. ദൈവത്തോടടുക്കുവേൻ, എന്നാൽ അവിടുന്ന് നിങ്ങളോട് അടുക്കും. യാക്കോബ് 4:8. ആ ക്ഷണം എസ്തേറിന് ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു. അവൾ രാജാവിൻ്റെ ക്ഷണത്തിനായി കാത്തിരുന്നു. എന്നാൽ നമുക്ക് രാജാവിൻ്റെ ക്ഷണം നേരത്തെ തന്നെ ഉണ്ട്. കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുമ്പോഴെല്ലാം നമ്മുടെ സ്വർഗീയ പിതാവും മണവാളനും തൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ നമ്മെ ക്ഷണിക്കുന്നു. പുതിയ നിയമത്തിന് കീഴിൽ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പദവികളിൽ ഒന്നാണിത്. അത് നമ്മുടെ ആഴമേറിയ ഭക്തിക്കും വലിയ സന്തോഷത്തിനും യോഗ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ ആലയത്തെ ബഹുമാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കരുണയുള്ള സ്വർഗീയ പിതാവേ, ഞങ്ങൾ താഴ്മയും നന്ദിയുമുള്ള ഹൃദയത്തോടെ അവിടുത്തെ മുമ്പിൽ വരുന്നു. അവിടുത്തെ ആലയത്തിൽ പ്രവേശിക്കാനും അവിടുത്തെ സാന്നിധ്യത്തിൽ ഒത്തുകൂടാനുമുള്ള പദവിക്കായി നന്ദി. യേശു ക്രിസ്തുവിലൂടെ തിരശ്ശീല കീറപ്പെടുകയും ധൈര്യത്തോടെ അവിടുത്തേക്ക് അടുക്കുവാൻ ഞങ്ങൾ ക്ഷണിക്കപ്പെടുകയും ചെയ്തതിനായി നന്ദി. ദൈവമായ കർത്താവെ, ഞങ്ങൾ എപ്പോഴെങ്കിലും ആരാധനയെ ലഘുവായി കാണുകയോ ആദരവില്ലാതെ അവിടുത്തെ ആലയത്തിൽ പ്രവേശിക്കുകയോ അവിടുത്തെ മുൻപിൽ നിൽക്കുമ്പോൾ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അവിടുത്തെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. അവിടുത്തെ ആലയത്തെ ബഹുമാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വാക്കുകളാൽ മാത്രമല്ല, ഞങ്ങളുടെ പെരുമാറ്റം, വേഷവിധാനം, അച്ചടക്കം, സമയനിഷ്ഠ, ശുശ്രൂഷ, പരസ്പരമുള്ള സ്നേഹം എന്നിവയാലും തന്നെ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയെയും യോഗ്യതയെയും പ്രതിഫലിപ്പിക്കട്ടെ. പിതാവേ, വിശുദ്ധ കൈകളെ ഉയർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കൈകൾ കീഴടങ്ങലിലും സ്തോത്രത്തിലും പ്രാർത്ഥനയിലും സ്തുതിയിലും പ്രതീക്ഷയിലും ഉയരട്ടെ. എന്നാൽ ഞങ്ങളുടെ കൈകളേക്കാൾ ഉപരി ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വീകരിക്കണമേ. ആരാധനയിൽ ഞങ്ങൾ ഉയർത്തുന്ന കൈകൾ ആരും കാണാത്തപ്പോഴും അവിടുത്തെ അനുസരിക്കുന്ന ജീവിതങ്ങളോട് ബന്ധപ്പെട്ടിരിക്കട്ടെ. ദൈവമായ കർത്താവായ യേശുവേ, അവിടുത്തെ പിതാവിൻ്റെ ആലയത്തിനായി അവിടുത്തെ ഹൃദയത്തെ നിറച്ച എരിവിനാൽ ഞങ്ങളെയും നിറയ്ക്കണമേ. അവിടുത്തെ ആലയം കേവലം ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലമായി മാറാതെ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നതും അവിടുത്തെ വചനം കേൾക്കുന്നതും അവിടുത്തെ കൃപ രുചിച്ചറിയുന്നതും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതുമായ ഒരു ഇടമായി മാറട്ടെ. എസ്തേറിൻ്റേതിനേക്കാൾ വലിയ ഈ പദവിക്കായി നന്ദി. അവൾ രാജാവിൻ്റെ ചെങ്കോൽ നീട്ടപ്പെടുന്നതിനായി കാത്തിരുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് അടുത്തു വരാനുള്ള വഴി തുറന്നു തന്നിരിക്കുന്നു. അത് അർഹിക്കാത്ത ഒരു പദവിയും അത്ഭുതകരമായ കൃപയുമാണ്. അതുകൊണ്ട് പിതാവേ, അവിടുത്തെ ക്ഷണത്തെ ഞങ്ങൾ ഒരിക്കലും ലഘുവായി കാണാതിരിക്കട്ടെ. അടിമത്തമില്ലാത്ത ദൈവിക ഭയവും ശ്രദ്ധാശൈഥില്യമില്ലാത്ത സന്തോഷമുള്ള ആരാധനയും നടനമില്ലാത്ത താഴ്മയും അനാദരവില്ലാത്ത ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഓരോ സഭയും പ്രാർത്ഥനാഭവനവും സ്തുതിയുടെ ഭവനവും സത്യത്തിൻ്റെ ഭവനവും സ്നേഹത്തിൻ്റെ ഭവനവും അവിടുത്തെ രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യം വെളിപ്പെടുന്ന ഇടവുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ആരാധന അവിടുത്തെ മുമ്പിൽ പ്രസാദമുള്ള യാഗമായി ഉയരുമാറാകണമേ. ഞങ്ങളുടെ ശബ്ദം അവിടുത്തെ സ്തുതിക്കട്ടെ, കൈകൾ അവിടുത്തെ ബഹുമാനിക്കട്ടെ,
മുട്ടുകൾ അവിടുത്തെ മുമ്പിൽ മടങ്ങട്ടെ, മനസ്സുകൾ അവിടുത്തെ ശ്രദ്ധിക്കട്ടെ, ജീവിതങ്ങൾ അവിടുത്തെ അനുസരിക്കട്ടെ. കർത്താവിൻ്റെ ആലയം ഞങ്ങളുടെ ഇടയിൽ ബഹുമാനിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ. അവിടുത്തെ ആലയത്തിൽ പ്രവേശിക്കുന്ന ഏവരും അവിടുത്തെ സാന്നിധ്യത്താൽ രൂപാന്തരപ്പെട്ട് മടങ്ങട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയതും വിശുദ്ധവും ജയകരവുമായ നാമത്തിൽ ഞങ്ങൾ ഇതെല്ലാം യാചിക്കുന്നു. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ.